سراجا منيرا فصلوا عليه كثيرا كثيرا. പരിശുദ്ധമായ റജബിലെ വെള്ളിയാഴ്ച രാവിന് വളരെ അധികം പ്രത്യേകതയും ശ്രേഷ്ഠതയുമുണ്ട്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിന് തൊട്ട് നിങ്ങൾ അശ്രദ്ധരാകരുത്. തീർച്ചയായും ലൈലത്തുൽ ഖറാഇബ് എന്ന് അള്ളാഹുവിൻ്റെ മാലാഖമാർ പേര് വിളിക്കുന്ന രാത്രിയാണത്. ആ പരിശുദ്ധമായ രാത്രിയുടെ 1/3 പിന്നിട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാ മാലാഖമാരും പരിശുദ്ധമായ കഅബാലയത്തിലും അതിൻ്റെ ചുറ്റുഭാഗത്തുമായി ഒരുമിച്ച് കൂടും. ആ സന്ദർഭത്തിൽ അള്ളാഹു അവരോട് ചോദിക്കും, യാ മലായികതി സലൂനി മാ ശിഅ്തും. ഓ എൻ്റെ മാലാഖമാരെ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും എന്നോട് ചോദിക്കൂ. ആ സന്ദർഭത്തിൽ മാലാഖമാർ റബ്ബിനോട് പറയും, റബ്ബനാ ഹാജത്തുനാ ഇലൈക അന്ത ഗഫിറ ലിസുവാമി റജബ്. അല്ലാഹുവേ, ഈ പരിപാവനമായ പരിശുദ്ധമായ പോരിശയുള്ള രാത്രിയിൽ നിന്നോട് ഞങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ളത്, വിശുദ്ധമായ പുണ്യമായ റജബ് മാസത്തിൽ നോമ്പ് പിടിച്ച ആളുകൾക്ക് അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ അല്ലാഹ്. അല്ലാഹു അവർക്ക് ഉത്തരം കൊടുക്കുന്നു, ഖദ് ഫഅൽതു ദാലിക. എൻ്റെ മാലാഖമാരെ, ഞാനത് പ്രവർത്തിച്ചിരിക്കുന്നു. ആ നോമ്പ് പിടിച്ച റജബിൻ്റെ പവിത്രമായ പകലുകളിൽ സുന്നത്തു നോമ്പ് അനുഷ്ഠിച്ച എൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകൾക്ക്, സമുദായാംഗങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് വിശുദ്ധമായ നുസ്ഹത്തുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പിൻ്റെ ശ്രേഷ്ഠതയാണ് പറഞ്ഞത്. പക്ഷേ ആ നോമ്പ് പിടിച്ചവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണമെന്ന്, മാപ്പ് ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ മാലാഖമാർ അള്ളാഹുവിനോട് അപേക്ഷിച്ചത് പരിശുദ്ധമായ റജബിൻ്റെ പ്രഥമമായ അഥവാ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ്. ആ രാവിൻ്റെ മഹത്വമാണ് നമ്മുടെ പരാമർശ വിഷയം. ആ രാവിന് ഒരുപാട് മഹത്വങ്ങളും മഹാത്മ്യങ്ങളുമുണ്ട്. വിശുദ്ധമായ റജബിൻ്റെ ഓരോ രാവിനും, എല്ലാ വെള്ളിയാഴ്ച രാവിനും ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ നാം ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധമായ റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിനാണ്. റജബിൻ്റെ എല്ലാ വെള്ളിയാഴ്ചയ്ക്കും രാവിനും ശ്രേഷ്ഠതയുണ്ട്. ഒരുപാട് ഹദീസുകൾ അല്ലെങ്കിൽ ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 100 മറ ഫീ യൗമിൽ ജുമുഅ മിൻ ശഹ്രി റജബ്. വിശുദ്ധമായ റജബിൻ്റെ ജുമുഅ ദിവസം, രാവിലോ പകലോ ആകട്ടെ, ജുമുഅയിൽ ആ ദിവസത്തിൽ ആരെങ്കിലും 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് എന്ന ഖുൽ ഹുവല്ലാഹു അഹദ്, വിശുദ്ധമായ ഖുർആനിൻ്റെ 1/3 ആ ഖുൽ ഹുവല്ലാഹു അഹദ് ആരെങ്കിലും 100 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ കാന ലഹു യൗമൽ ഖിയാമത്തി നൂർ. അവന് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രകാശം ലഭിക്കുന്നതാണ്. പ്രകാശത്തിൻ്റെ പ്രോജ്വല പ്രഭാപൂരം അവനിലേക്ക് അണയുന്നതാണ്. ആ പ്രകാശത്തിലൂടെ അവൻ സ്വർഗത്തിലേക്ക് കടക്കുന്നത്. അതിലൂടെ അവന് സുഖലോലുപ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. എങ്കിൽ ഞാനും നിങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട പരിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്നു. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിഞ്ഞ് റമളാനെ ഞങ്ങൾക്ക് ധന്യമാക്കണേ നാഥാ.